ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് ഗിയർ മാറ്റാം. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് IMT-യുടെ ഫുൾ ഫോം വരിക. i20-യുടെ സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. പ്രീമിയം ഹാച്ച്ബാക്ക് ആണ്. കോമ്പാക്ട് SUV-ൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് ഇതൊക്കെ. പക്ഷേങ്കിൽ എന്താ പറയുക, കുറച്ച് ബോഡി വെയിറ്റുള്ള വാഹനമാണ്. പ്രീമിയം ഹാച്ച്ബാക്ക് ആയതുകൊണ്ട് തന്നെ മൈലേജ് കുറയും. 2014 വണ്ടി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതുമല്ല പക്കാ സർവീസ് പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല ടൊയോട്ട വണ്ടിക്ക്. പൊതുവേ ഇതുവരെ കിട്ടുന്ന അറിവാണ്, നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രൈവേ മോട്ടോഴ്സിൽ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുകയാണ്. ഡ്രൈവേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജിതിൻ ഒറ്റക്കാണ് ഇവിടെ എല്ലാം നടത്തുന്നത്. ജിതിനാണ്, സെയിം പേര് തന്നെയാണ്, ഓൾ ഇൻ ഓൾ ജിതിനാണ്. അപ്പോൾ വാഹനങ്ങൾക്കെല്ലാം മിതമായ റേറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷോറൂമാണ്. എല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിലെല്ലാം മിതമായ റേറ്റ് തന്നെയാണ്. റേറ്റ് വെച്ചാൽ കുറവ് തന്നെയാണ് പൊതുവെ. ഓക്കെ, എല്ലാം ഉള്ളത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ എലത്തൂർ ടെലിഫോൺ BSNL ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഷോറൂം. ഹൈവേ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല, പക്ഷേ അടുത്ത് തന്നെയാണ്. ഒരു 10-20 മീറ്ററേ ഉള്ളൂ. ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഹാർഡ്വെയർ ഷോപ്പിന് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഷോറൂം പേരൊന്നും ബോർഡൊന്നും വെച്ചിട്ടില്ല അല്ലേ ഇതുവരെ. അടുത്ത വീഡിയോയിൽ വെക്കാം. എന്നോട് ഇപ്പോൾ 3 വീഡിയോ പറയുന്നത് വെക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും ബോർഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. വണ്ടി ഏതായാലും അടിപൊളിയാണ്, അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, വേറെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, ബാക്കി ഇന്ന് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആയിട്ട്, അങ്ങനെ നോക്കാം അല്ലേ ഓരോന്നിൻ്റെ വിലകൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്രയും കാലം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, മനഃപൂർവ്വമായിരിക്കില്ല, ചിലപ്പോൾ വിട്ടുപോകും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് ഇവരെ പോലെ തോന്നുന്നത് നമ്മളെ വിളിക്കില്ല, ഇങ്ങനെ കാണുന്ന ആളുകളെ അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൂടെ നമ്മളെന്നും ഉണ്ടാവും, ആ ഒരു ഉറപ്പ് നമ്മളും തരികയാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം GT ലൈനിൽ തന്നെ തുടങ്ങാം. കിയ സോണറ്റ് ആണ്. കിയ സോണറ്റ് ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് GT ലൈൻ. ഈ ഒരു റെഡ് ബാഡ്ജിങ്ങും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള റെഡ് ഫിനിഷ് വരും അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ ചെയ്തേ? ഇത് 2021 കിയ സോണറ്റ് IMT വരുന്ന, അതായത് ഓട്ടോമാറ്റിക് ആണ്. ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് ഗിയർ മാറ്റാം. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് IMT-യുടെ ഫുൾ ഫോം വരിക. ക്ലച്ച് നമ്മൾ പെഡലായിട്ട് ഉണ്ടാവില്ല, അതേപോലെ തന്നെ വണ്ടി ഓഫായി പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമലി നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ ഗിയർ ലിവർ ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ സ്പീഡ് മാറ്റണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാം. ഇനി അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് പേടിക്കാൻ വേണ്ട, ഓഫാകത്തില്ല വണ്ടി അല്ലേ. ഓക്കെ, അതാണ് IMT. GT ലൈനിൽ വെച്ചാൽ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. അതായത് സൺറൂഫ്, പിന്നെ സീറ്റ് വെന്റിലേഷൻ ചിലർക്ക് അറിയില്ല, അതുകൊണ്ട് പറയാണ്. നമ്മുടെ സീറ്റിനകത്ത് AC സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ചാരി ഇരുന്നാൽ നമ്മുടെ പുറം ഭാഗമൊക്കെ നല്ല തണുപ്പിക്കില്ല. ചിലപ്പോൾ നമ്മൾ വേർത്തൊക്കെ ഓടിക്കേണ്ടി വരും, ആ ഒരു അവസ്ഥയിലുണ്ടാവില്ല. അന്നേരം ഒന്ന് ഓൺ ചെയ്തിട്ട് ഫുള്ള് കൂളായി അല്ലേ. അതേപോലെ തന്നെ നല്ല അത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു ചെറിയ കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ ഇത്രയും ഫീച്ചേഴ്സ്, അതായത് ഇപ്പോൾ വെന്യൂക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഇത് തന്നെ. ഫീച്ചർ ലോഡാണ് വണ്ടി. കിയയുടെ ഇതായാലും ഇതിൻ്റെ മേലെയുള്ള സെൽട്ടോസ് ആയാലും ഏതായാലും അല്ലേ ഫീച്ചർ ലോഡാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ എത്ര പോയത്? ഓട്ടോ 12,000 ഓടിയിട്ടുള്ളൂ. 12,000 മാത്രം അല്ലേ. 23 ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. പെട്രോൾ IMT ആണ്. 12,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് ഓട്ടോ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, കമ്പനി വാറണ്ടി കഴിഞ്ഞോ? 25 വരെ ഉണ്ടാവില്ലേ? അപ്പോൾ 4 വർഷമായിട്ടാണ് കൊടുക്കുന്നൊക്കെയാ. ഓക്കെ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ 4 വർഷമാണ് കിയ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, ചിലപ്പോൾ 25 വരെ വാറണ്ടി ഉണ്ടാവും വണ്ടിക്ക്. എന്തായാലും 4-ാം മാസമാണ്. ഇനിയിപ്പോൾ 3 വർഷമാണെങ്കിൽ കൂടെ 4-ാം മാസം വരെ വാറണ്ടി ഉള്ള വാഹനമാണ്. 3 വർഷം എന്തായാലും കിയ കൊടുക്കുന്നത് ഉറപ്പാണ്. ഓക്കെ, കമ്പനി വാറണ്ടിയിലൊക്കെ സർവീസൊക്കെ പോയിട്ടുണ്ടാവില്ല? പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, അപ്പം ഞാൻ വാറണ്ടി ഉറപ്പിച്ച് പറയില്ല. വേറെ ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യമൊന്നുമില്ല. ക്ലെയിൻ വണ്ടിയല്ല? ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് പാസ് ചെയ്യുന്നത്? ഇത് 11,400,000. 11,25,000 രൂപയ്ക്ക് 2021 വെറും 12,000 കിലോമീറ്റർ ഓടിയ GT ലൈൻ കിയ സോണറ്റ് സ്വന്തമാക്കാം അല്ല, സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. ഓക്കെ, അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് വാറണ്ടിയുടെ കാര്യം ജിതിനെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. കാരണം സർവീസ് പ്രോപ്പറായ സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഓക്കെ, എന്തായാലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിന് സമയം കിട്ടില്ല. ഇനിയിപ്പോൾ കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം. ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ളൂ വണ്ടി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു 10-10 ലോൺ വരും. 10 കയറുള്ളായിരിക്കും അല്ലേ? 10 ലക്ഷം വരെ എന്തായാലും കയറുള്ളൂ. 10ൻ്റെ അടുത്തൊക്കെ ആയിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കിയുടെ ബലേനോ ആണ് അടുത്തത്.
ഇത് പെട്രോളോ ഡീസലോ? ഇത് പെട്രോൾ. പറഞ്ഞോളൂ. 2018 ബലേനോ പെട്രോൾ ഡെൽറ്റ. ഡെൽറ്റ ബേസിൻ്റെ മേളിൽ വരുന്ന സെക്കൻഡ് ഓപ്ഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ഫീച്ചേഴ്സ് വരും ഡെൽറ്റയിൽ തന്നെ. പിന്നെ അലോയ്സ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അങ്ങനത്തെ കുറച്ച് കുറവേ ഉണ്ടാവും. എയർ ബാഗ് ഉണ്ടാവും. പുഷ് ബട്ടൺ അങ്ങനത്തെ കുറച്ച് കുറവേ ഉണ്ടാവും. എയർ ബാഗും വരുന്നുണ്ട്. 2 എയർ ബാഗ് അല്ലേ? ഓക്കെ. ഇൻബിൽഡ് സ്റ്റീരിയോ. ഓക്കെ. എത്ര ഓടി ഇപ്പോൾ? ഇത് 70,000 ഓടി. പക്ഷേ പ്രോപ്പർ സർവീസ് ആട്ടോ. എല്ലാ 5ലും 10ലൊക്കെ സർവീസിൽ എല്ലാം പോയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലേ? നല്ല പക്കായിട്ട് പോയിട്ടുള്ള. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലെയിം ഒന്നും കാര്യമായിട്ടില്ല. എടുക്കുന്ന പാർട്ടിക്ക് കണ്ണും പൊട്ടി എടുക്കാം. അങ്ങനത്തെ വണ്ടി ഒരു വർക്കും ചെയ്യാമല്ലോ. ഓക്കെ. ഒരു 16 റേഞ്ചിലൊക്കെ ഏകദേശം മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ i20 കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. i20യുടെ സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. പക്ഷേ i20യേക്കാൾ എന്താ പറയുക മൈലേജ് കിട്ടും കുറച്ചും കൂടെ. ഒരു ഇതുണ്ട്. ഈ ടയറൊക്കെ 4 പുതിയതാട്ടോ. ടയറിൻ്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എഡിഷൻ ചെയ്തിട്ടുണ്ട്. അല്ല ടയറ് പുറകിൽ കുറവുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം മനസ്സിലാകുന്നില്ല. ഓക്കെ 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 ഓക്കെ. എന്തായാലും എത്ര കൊടുക്കാം? ഇത് 585. 5,80,000. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018 ഡെൽറ്റ. 5,80,000. 85,000 85. 5 ലക്ഷം തന്നെ ലോൺ കയറും. ഓക്കെ. 85,000 കണ്ടാൽ ഇറക്കാം. അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി, ഇറക്കാൻ പറ്റും. ഓക്കെ. വേറെ പണിയൊന്നും ഇപ്പം ഇല്ലല്ലോ? ഒന്നും ചെയ്യാമല്ലോ. ക്ലീൻ വണ്ടി. ഓക്കെ. സർവീസ് വരെ പക്കാണ്. സർവീസും കഴിഞ്ഞാൽ മതി. ഓക്കെ. ഇന്നോവ ക്രിസ്റ്റ. ഇത് KL 10 റീ രജിസ്ട്രേഷൻ ആയ വാഹനമാണ് അല്ലേ? 3 കൊല്ലമായിട്ട് നമ്പറായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വണ്ടിയാണ്. അത് ശരി. പേഴ്സണലി അറിയാം? പേഴ്സണലി അറിയാം. ഓക്കെ. ആള് അവിടെ ഉപയോഗിച്ചിട്ട് ഇവിടെ മാറ്റിയതാണോ അതോ അവിടെ എടുത്താണോ? എടുത്തിട്ട് ആളുടെ പേരിൽ മാറുകയാണ്. ഓക്കെ. 3 വർഷമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് മുതലുള്ള സർവീസ് ഉണ്ട്. അവിടുന്ന് മുതലുള്ള സർവീസ് ഹിസ്റ്ററി ഫുൾ കംപ്ലീറ്റ് കമ്പനി സർവീസാണ്. ഓക്കെ. അപ്പോൾ ചെക്ക് ചെയ്യാം. നല്ല പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ടൊയോട്ടയുടെ നമുക്ക് ഇവിടെ എവിടെയാണ് ഷോറൂം ഉള്ളത്? സർവീസ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? ഷോറൂം സർവീസ് ഇവിടെയാണ്. സർവീസ് ഈ ഭാഗത്താണ്. നമ്മുടെ കണ്ണൂർ തിരുവങ്ങൂർ ഭാഗത്താണ് സർവീസ് വരുന്നത്. അവിടെ നിന്ന് കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടേണ്ടതാണ്. ഓക്കെ. ബാക്കി ഡീറ്റെയിൽ ഇത് 2016-17 രജിസ്ട്രേഷൻ. ഓക്കെ. 17 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ബാക്കി ഏതാ ഓപ്ഷൻ? G4 ഡീസൽ. G4 ഡീസൽ മാനുവൽ. അത് വീന്റെ 1-2 ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ അലോയ്സ് വീല് വരുന്നതാണോ അതോ വീല് വരുന്നല്ലേ? അലോയ്സ് വീല് വരുന്നതാണ്. അത് ചെയ്തായി. ഓക്കെ. സ്റ്റിയറിംഗ് വീലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. LCD ചെയ്തിട്ടുണ്ടല്ലോ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ലല്ലോ? ഉണ്ടാവില്ല. G4 ഉണ്ടാവില്ല. അത് വീലോട്ടൊരിക്കും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 16 മോഡൽ 17 രജിസ്ട്രേഷൻ. ഓക്കെ. G4 ഓട്ടോ എത്രയാണ് ഇപ്പോൾ മീറ്ററിൽ? ഓട്ടോ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 2 lakhs. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റ. കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോയിട്ട് നല്ല വണ്ടിയാണ്. പക്കാ സർവീസ് പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല ടൊയോട്ട വണ്ടിക്ക്. പൊതുവേ ഇതുവരെ കിട്ടുന്ന അറിവാണ്. നമുക്ക് വലിയ ഇതൊന്നുമില്ല. അറിയുന്നവരുണ്ട് കമന്റ് ചെയ്യാം. അറിയുന്ന ഒരുപാട് കുറച്ച് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബില്ലുണ്ടല്ലോ. ഓക്കെ. എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ? ക്ലെയിം ബോണ്ട് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് അടി വന്നോ? നല്ല ഇല്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ബോണ്ട് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് മാത്രം. പിന്നെ ഡിക്കി ഗ്ലാസും മാറിയിട്ടുണ്ട്. ബാക്കിൽ ബോണ്ട് മാറിയിട്ടില്ല. ഡിക്കി ഗ്ലാസ് രണ്ട് ടൈമിലേക്കുള്ള. ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെ? പ്രൈസ് നല്ല ബെനിഫിറ്റുള്ള റേറ്റാണ്. 13.25 ചോദിക്കുന്നത്. 13,75,000 രൂപ. അതായത് കേരള നമ്പർ ആയി കഴിഞ്ഞു. നിങ്ങളിനി ഒന്നും ചെയ്യാനില്ല. KL 10 നമ്പർ ആയി കഴിഞ്ഞു. വേറെ ഒരു ടാക്സോ ഒന്നും അടക്കണ്ട. കേരള വണ്ടിയായി. 13,75,000 രൂപയ്ക്ക് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ഇന്നോവ ക്രിസ്റ്റ G4 2 lakhs കിലോമീറ്റർ ഓടിയ വാഹനം സ്വന്തമാക്കാം. ഓക്കെ. അത്രയേ ഉള്ളൂ. ലോണ് കയറുമോ? ലോണ് കയറും. എത്ര വരെ ചാൻസ് ഉണ്ട്? അത് നോക്കി നോക്കേണ്ടി വരും. ഒരു 80% കിട്ടൂല. റീയാനെ കൊണ്ട് 80% കിട്ടുമെന്ന് അറിയില്ല. ഒരു 70 പിടിച്ച് നോക്കാം അല്ല? ഓക്കെ. റിനോ കൈഗർ വന്നു. KL 76 രജിസ്ട്രേഷൻ. ഒരു കോമ്പാക്ട് SUV ആണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം അല്ല? ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പറഞ്ഞോളൂ. FMD. ഇത് 2023 രജിസ്ട്രേഷനിലാണ്. 23 രജിസ്ട്രേഷൻ വരുന്നതാണ്. 22 മോഡൽ. 22 മോഡൽ 23 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 20,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 20,000 ഓടി. 20,000 ഓടി. എന്താ ഇത്? 20,000 ഓടിയിട്ടുള്ളൂ. 20,000 ഓടി. അല്ല 22 ആണ്. ഓക്കെ. 22 23 രജിസ്ട്രേഷൻ വരുന്നത്. 1 ഇയർ. ഓക്കെ. പറഞ്ഞോളൂ. ഓപ്ഷൻ ഏതാ ടോപ്പാ? ഇത് RXT ഓപ്ഷനിൽ
ടോപ്പിന്റെ തൊട്ട് താഴെ സെഡ് വരുന്നില്ലേ? സെഡ് വരുന്നുണ്ട്. RXT ഓപ്ഷനിലാണ്. RXT അല്ല, RXT ഓപ്ഷനിലാണ്. അപ്പോൾ 2023 രജിസ്ട്രേഷൻ 1 ലിറ്റർ ടർബോ ആണോ? ടർബോ അല്ല, ടർബോ അല്ല, നോൺ ടർബോ ആണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ 1 ലിറ്റർ ആയതുകൊണ്ട്. ഓട്ടോമാറ്റിക് ആണ്, MT ആണ്. MT ഓട്ടോമാറ്റിക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15-16 ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? അറേഞ്ച് കിട്ടും. ഓക്കെ, അതായത് നിസാൻ മാഗ്നൈറ്റ് ഇതൊക്കെ ഒരേ കാറ്റഗറി സെഗ്മെന്റ് ആണ്. കോമ്പാക്ട് SUV-യിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ വാറണ്ടി ഒക്കെ പക്ക ഉണ്ടോ? ഇത് 2023 അല്ലേ വാറണ്ടി? എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ, സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടാവും. സർവീസ് പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടാവും, ഇല്ല വാറണ്ടി കേട്ടോ. ലാസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ചെയ്താൽ മതി, കമ്പനി തന്നെ ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കും? ഒരു ഓഫർ പ്രൈസ് ആണ്, 6,95 കൊടുക്കാം. 6,00,000 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്. 8 ലക്ഷം, 10 ലക്ഷം, സോറി 10 ലക്ഷം. 10,50,000 ടോപ്പ് എൻഡ് അല്ല, ടോപ്പ് എൻഡ് താഴെ അല്ലേ? RXT ഓപ്ഷനിൽ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് 6,95. അലോയ്സ് വരുന്നുണ്ട് ഇതിൽ? അലോയ്സ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സെഡ് ആയിട്ട് എന്താ വ്യത്യാസം? പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇതൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. സെഡ് ആയിട്ട് എന്താ പിന്നെ കാര്യമായിട്ട് എന്താ മാറ്റം വരുന്നത്? ഡിഫോഗറോ എന്താണ്? ചെറിയ മാറ്റം. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടോ? സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാ ഓപ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ 20,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 2023 രജിസ്ട്രേഷൻ, 1-ാം മാസം രജിസ്ട്രേഷൻ വരുന്നത്. 2022 മോഡൽ കൈകാർ. റേറ്റ് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള റേറ്റ്. അതെ അതെ അതെ. കാരണം നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതൊന്ന് നോക്കി വെക്കുന്നത് നല്ല. തീർച്ചയായും. പിന്നെ ഇപ്പോൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ടിയാഗോ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പ്രൈസിൽ ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു വാഹനമല്ലേ, നിങ്ങൾക്കൊന്ന് നോക്കാം. ഒരു കോമ്പാക്ട് SUV-യിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അത്യാവശ്യം മൈലേജും കിട്ടും. MT ആണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. വെറുതെ ഓടിച്ച് ട്രാഫിക്കിലൊന്നും ഓടിച്ച് ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് വന്ന് നോക്കുക ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണ് മാക്സിമം കയറുമോ? 6 lakh കയറുമോ? അത് ചിലപ്പോൾ ഫുൾ ലോൺ വരെ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അടിപൊളി. i20 വന്നു. i20 KL59 തളിപ്പറമ്പ്, കണ്ണൂരാണ്. തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡീസലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2018 i20 സ്പോർട്സ്. ഓക്കെ, 18 സ്പോർട്സ്. ആസ്റ്റ ഓപ്ഷനിലുണ്ട്, ആസ്റ്റ ഉണ്ട്, അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അലോയ്സ് വരുന്നില്ലല്ലോ? അലോയ്സ് വരില്ല. അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, പിന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല, 6 എയർ ബാഗിൻ്റെ എണ്ണം ഉണ്ടാവില്ല. 2 വരും. 2018. എത്ര ഓടി? ഇത് 50,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, 50,000 നോർമൽ ഓട്ടമാണ് കേട്ടോ. 5 വർഷം കൊണ്ട് പക്ക നോർമൽ പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടോ ഓടിയിട്ടുള്ളൂ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, കുറച്ച് ബോഡി വെയിറ്റുള്ള വാഹനമാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ മൈലേജ് കുറയും. മറ്റുള്ള ഹാച്ച് ബാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറയും. ഒരു 12 മുതൽ 14-15 വരെയൊക്കെ മാക്സിമം. പിന്നെ കുറച്ച് എന്താ പറയുക, 1.2 തന്നെ കുറച്ച് പവർ കൂടിയ സെഗ്മെൻ്റാണ്. കുറച്ച് പവർ ഉണ്ടാവും വണ്ടി, പവറുള്ള വണ്ടിയാണ്. ഓക്കെ, ബാക്കി ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, ക്ലീൻ വാഹനം. ഓക്കെ, സിംഗിൾ ഇൻഷുറൻസ് ആണ്, സിംഗിൾ ഓണർ. B2B ഇപ്പോൾ B2B ആണ്. ഓക്കെ, ബമ്പർ ടു ബമ്പറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നേരെ ക്ലെയിം ചെയ്താൽ ഒരു 1000 രൂപയുടെ പേപ്പർ ചാർജ് വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഫുൾ കവർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒരു നിശ്ചിത പെർസെൻറ്റേജ് പോവും നമ്മുടെ കയ്യിൽ നിന്ന്, എന്നിട്ട് ബാക്കി ഇൻഷുറൻസ് കമ്പനി തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 5.25 കൊടുക്കാം. 2018 ആണ്. 18 സ്പോർട്സ് ആണ്. 5,75,000 രൂപയ്ക്ക് 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് i20 പെട്രോൾ വാഹനം സ്വന്തമാക്കാം. 5 lakhs ലോൺ കിട്ടുമോ? 5 ലക്ഷം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10-25,000 കണ്ട് ഇറക്കാൻ പറ്റും. വില പറയുന്നത് നമ്മളൊന്ന് ഫിക്സ്ഡ് അല്ലല്ലോ? ഫിക്സ്ഡ് ഒന്നല്ല, ഓൾമോസ്റ്റ് നെറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. എന്തായാലും നോക്കിയിട്ട് വന്നിട്ട് പിണക്കത്തില്ല ആരും. അതെ, റീസണബിൾ ആയിട്ടുള്ള റേറ്റ്. അതെ, തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. i10 ഗ്രാൻഡ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. ഇത് 2014 സ്പോർട്സ് ആണ്. പുഷ്പട്ടം വരുന്നുണ്ട്. 2014 പുഷ്പട്ടം വരുന്നുണ്ട്. അലോയ്സ് ഇല്ല. അതേപോലെ തന്നെ ഡിഫോഗർ വൈപ്പർ ഉണ്ടാവില്ല ബാക്കിൽ. അത്രയേ ഉള്ളൂ മാറ്റങ്ങൾ. എയർ ബാഗ് 2 വരും. എയർ ബാഗ് ഇല്ല, ഒന്നേ വരുന്നുള്ളൂ അല്ലേ? ഒന്നും വരില്ല എന്ന് തോന്നുന്നു അല്ലേ? സോറി, 14 ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഒരു എയർ ബാഗും ഇല്ല, ഒന്നും പുറത്തേക്ക് വരാനില്ല. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 80,000 ഓടിയുണ്ട്. ഡീസലോ പെട്രോളോ? ഇത് പെട്രോളാണ്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ, സിംഗിൾ ഓണർ. ആ സമയത്ത് ഡീസലും ഉണ്ട്, അതാണ് ചോദിച്ചത്. ഓക്കെ, അത്യാവശ്യം എന്താ പറയുക 13-16 അതാണ് ഇതിൻ്റെ ഒരു പെട്രോളിൻ്റെ മൈലേജ് നമ്മൾ പറയാറുള്ളത്. നോർമലി ഒരു മൈലേജ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിമൊന്നുമില്ല.
80,000 ഓടിയിട്ടുള്ളൂ. ഇത്രയും വർഷമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് കിടക്കാണ്. വെൽ മെയിൻറ്റൈൻഡ് പോയിട്ടുണ്ടാവും അല്ലേ? ഒരു ക്ലെയിമോ കാര്യമോ ഒന്നും സംഭവിച്ചിട്ടില്ല. കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സ് വരുന്ന പുഷ്പട്ടർ എന്ന് വെച്ചാൽ സ്പോർട്സിൽ പിന്നെ വന്നിട്ടില്ല കേട്ടോ. 2014-15 സമയത്തായിട്ടേ വന്നിട്ടുള്ളൂ. ഇല്ല, പിന്നെ ഇറങ്ങുന്ന സ്പോർട്സിൽ പുഷ്പട്ടം വരുന്നില്ല. പിന്നെ ആസ്റ്റയിലേക്ക് പോകണം പുഷ്പട്ടം വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം ഇത്? 2,90,000 രൂപയ്ക്ക് വെറും 80,000 കിലോമീറ്റർ ഓടിയ 2014. വെറും ഉദ്ദേശിച്ചത് ആ ഇയറിനെ കമ്പയർ ചെയ്തിട്ടാണ്. 2014 വണ്ടി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതുമല്ല സിംഗിൾ ഓൺഷിപ്പ് കിടക്കാണ്. ഓക്കെ, ഫുൾ ഓൺ കയറുമോ? ഫുൾ ലോൺ കയറൂല, മോഡൽ കുറവല്ല. 2-2.5 ഉള്ളിലൊക്കെ ആയിട്ട് ലോൺ കയറണ്ട. 2.5 വരെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു ഹാഷ് ബാക്ക് വാഹനമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ പണികളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ? ഇല്ല, പ്രത്യേകിച്ച് പണികളില്ലാത്ത ടയേഴ്സും ഉണ്ട്. അത്യാവശ്യം ഒരു 10-15,000 കിലോമീറ്റർ കൊണ്ട് ടയേഴ്സ് ബാക്കിയുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സാൻഡ്രോ ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഏറ്റവും ന്യൂ ഷേപ്പ് ലാസ്റ്റ് ഇറങ്ങിയ സാൻഡ്രോ അല്ല? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 സാൻഡ്രോ മാഗ്നയാണ് ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരും. സീറ്റ് കവേഴ്സ് അഡീഷണൽ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വേറെ ക്ലെയിമോ കാര്യമൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഒരു ഡോർ റീപ്ലേസ്. ഏത് ഡോറാണ് മാറിയത്? ഡ്രൈവർ സൈഡ് ഡോർ മാത്രമേ. ഗ്ലാസ് മാറിയിട്ടില്ല. ഓക്കെ, അത് കമ്പനി തന്നെ മാറിയതായിരിക്കും. ഇൻഷുറൻസിൽ മാറിയതായിരിക്കും അല്ലേ? 1.1 ലിറ്റർ ആണ്. ഒരു അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. 17 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും വാഹനത്തിന്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് ആണോ? സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഓട്ടം പോയി? 45,000. 2019 മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ. എത്ര കൊടുക്കാം? ഇത് 3.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 3.5 ലക്ഷത്തിന് ഒരു അടിപൊളി ഹാഷ് ബാക്ക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 3 ലക്ഷം ലോൺ കയറുമോ? ലോണൊക്കെ മാക്സിമം കയറണം. 19 മോഡലായതുകൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. 50,000 കണ്ടാൽ നിങ്ങൾക്കൊരു അടിപൊളി ഫാമിലി എന്താ പറയുക നല്ലൊരു ലുക്കുള്ളൊരു വണ്ടി സ്വന്തമാക്കല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. അപ്പോൾ മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മാരുതി സുസുക്കിയുടെ വാഗണർ. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനുള്ള വണ്ടി. VXi ആണോ ഇത്? ഇത് VXi, അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമല്ല? അതെ. ഓക്കെ, പറഞ്ഞോളൂ. 2012 VXi സെക്കൻഡ് ഓണർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടം 90,000 ഓടി. ഓക്കെ, ഒരു നോർമൽ ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് പോളിഷ് ചെയ്താൽ കിട്ടുമോ? പോളിഷ് ചെയ്താൽ കിട്ടും അല്ലേ? ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല, ക്ലെയിം ഒന്നും സംഭവിച്ചില്ല അല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. നീറ്റാണ്. ഇന്ത്യൻ ഒക്കെ തന്നെ നീറ്റാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ബോഡി ഷേപ്പും ഉണ്ട്. ഡിഫോഗർ, വൈപ്പർ എല്ലാം വരും. 4 ഡോർ പവർ വിൻഡോ, AC, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നത്. ടയറും 4 കുഴപ്പമില്ല. സ്റ്റീരിയോ വരില്ലേ? സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ലൊരു വാഗണർ. അതായത് കുറച്ച് ഹൈറ്റ് ഒക്കെ കൂടിയവർക്കും പ്രായമാർക്കൊക്കെ സുഖമായിട്ട് കയറാൻ ഇറങ്ങാനും പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അല്ലേ? ഭയങ്കര റീസെയിൽ വാല്യൂ ഉള്ള വാഹനമാണ്. മൈലേജും ഉണ്ടാവും. 16-17 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 2.45. 2,75,000 രൂപയ്ക്ക് 2012 VXi 90,000 കിലോമീറ്റർ ഓടിയ വാഗണർ സ്വന്തമാക്കാം. ഇതിൽ 2 ലാഖ് ലോൺ എന്തായാലും കയറുമല്ലോ? 2 ലാഖ് കയറും. എന്തായാലും കയറുമല്ലോ. 10,75,000 കണ്ട ഇറക്കാം അല്ല? ചിലപ്പോൾ അതിൻ്റെ മേലെയും കയറാൻ ചാൻസ് ഉണ്ട്. അത് കസ്റ്റമറുടെ മോഡൽ കുറവായതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 12 വണ്ടിയൊക്കെ കുറേ ബാങ്ക് ചെയ്യുന്നില്ല. പിന്നെ ചെയ്യുന്നവർ നോക്കാം എന്തായാലും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി 2 വണ്ടികൾ വരാണ്ടല്ലോ? ഇനി 2 വണ്ടി കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? അതൊരു 2017 സിയാസ് ഉണ്ട്, പെട്രോൾ ZXi സിയാസ് 2017. ഓക്കെ, അത് എത്ര കൊടുക്കുന്നത്? 4.45. 4,75,000 രൂപയ്ക്ക് 2017 ZXi സിയാസ് കൊടുക്കാണ്ട് പെട്രോൾ വണ്ടി. മാരുതി സുസുക്കിയുടെയാണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു അടിപൊളി സഡാൻ വണ്ടിയാണ്. സ്വിഫ്റ്റിൻ്റെ റേറ്റേ വരുന്നുള്ളൂ. ഇപ്പം ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. വേറെ ഏതാ വരാനുള്ളത്? പിന്നുള്ളത് ഒരു സെലേറിയ ഓട്ടോമാറ്റിക് ഉണ്ട്. ഏതാ മോഡൽ? 2014 സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ലോ കിലോമീറ്റർ വാഹനം അല്ല? നല്ലൊരു 2014 സെലേറിയോ. ഏതാ കളർ? അത് വൈറ്റ് കളർ. ഓട്ടോമാറ്റിക് ആണ്. എത്ര കൊടുക്കുന്നത്? 3,50,000 രൂപയ്ക്ക് ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. 2014 സെലേറിയോ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ നമ്മൾ കാറ്റലോഗിലുണ്ടാവും. അതേപോലെ തന്നെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഈ ഭാഗത്തായിട്ട് വലത് വശത്ത് ഈ ഭാഗത്തായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇതിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്താ ഇനി അടുത്ത സ്റ്റോക്ക് എപ്പോഴാവുക? സ്റ്റോക്ക് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയ കച്ചവടമാണ് കേട്ടോ. വലിയ മാർജിനോ വലിയ കളികളൊന്നുമല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും 2 മാസമായിട്ട് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അല്ലേ? അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ജിതിനെ താങ്ക്സ്. അപ്പോൾ
നല്ല വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.